വീട്ടിലെത്തിക്കഴിഞ്ഞാലോ വീട്ടിൽ വെച്ചും നിർവഹിക്കാനാവാതെ ശൈത്താൻ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടും. ഈ കാലഘട്ടം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ന് എല്ലാവരുടെ കൈകളിലും നിറഞ്ഞു നിൽക്കുന്ന ഉപകരണമാണ് മൊബൈൽ എന്ന സംവിധാനം. ആ മൊബൈലിലൂടെ മണിക്കൂറുകളാണ് നമ്മളൊക്കെ ലാപ്സാക്കി കളയുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് മൊബൈലുകളിലൂടെ നമ്മൾ അതേ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് എന്ന് പറയുന്ന സംവിധാനം വന്നതോടുകൂടി ഫേസ്ബുക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് ആളുകൾ ഇറങ്ങി ഊളിയിട്ടതിലൂടെ അതേ സമുദായത്തിന്റെ മുസ്ലിമിന്റെ മനുഷ്യന്റെ സമയം എത്രത്തോളമാണ് ഒരു ദിവസത്തിൽ അത് കവർന്നെടുക്കുന്നത്. മണിക്കൂറുകൾ പോകുന്നത് അറിയുന്നില്ല. അതേ ഓരോരുത്തരും ഓരോന്നയക്കുകയാണ്. ആവശ്യമുള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്, അനാവശ്യങ്ങളുമുണ്ട്, അശ്ലീലതകളുമുണ്ട്, തോന്നിവാസങ്ങളുമുണ്ട്, ഗീബത്തുകളുണ്ട്, പരദൂഷണങ്ങളുണ്ട്, ദുരാരോപണങ്ങളുണ്ട്, വൃത്തികേടുകളുണ്ട്. ഇതൊക്കെയും നമ്മൾ ഇങ്ങനെ കാണാൻ വിധിക്കപ്പെടുകയാണ്. കൊതിയൂറുന്ന നിലക്കുള്ള വാചകങ്ങളിലൂടെയാണ് നമ്മുടെ മെസ്സേജുകൾ നമ്മിലേക്ക് എത്തിച്ചേരുന്നത്. അതെ, ഇത് നിങ്ങൾ കാണാതെ പോയാൽ നിങ്ങളുടെ ജീവിതം നശിച്ചത് തന്നെ. അതുകൊണ്ടൊന്ന് കാണുക. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പകുതി പോയി. അപ്പൊ പിന്നെ എന്തായാലും കാണണം. ഇത് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ ചെയിനായിട്ട് പോവുകയാണ്. ഒന്ന് തുറന്നു, അപ്പോഴേക്കിങ്ങനെ ഒരു 10 വായിച്ചു. 10 വായിച്ചപ്പോഴേക്കതാ ന്യൂ നറുടെ മുകളിൽ പിന്നെയും വരുന്നു. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കതാ നിരനിരയായി ചെയിനായിട്ട് വരെയാണ്. 10 മിനിറ്റ് ഖുർആനോദാൻ ഇരുന്നപ്പോൾ 1 മിനിറ്റ് അതേ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദിക്റിനായി പള്ളിയിലിരിക്കാൻ ഇരുന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അതേ നിസ്കാരശേഷമുള്ള ദുആകൾക്കും ദിക്റുകൾക്കും വേണ്ടി ഇരുന്നപ്പോൾ ശൈത്താൻ നമ്മുടെ മനസ്സിൽ തിരക്കുകൾ തോന്നിപ്പിച്ച അതേ ശൈത്താൻ നമ്മുടെ കയ്യിലുള്ള ഈ കൊച്ചു ഉപകരണത്തിലൂടെ മണിക്കൂറുകൾ തള്ളി നീക്കിയാലും നമുക്കത് വിഷമം സൃഷ്ടിക്കുന്നില്ല. നമ്മുടെ മനസ്സുകളിൽ ഒരു വേദനയും ഉണ്ടാക്കുന്നില്ല. സമയമതാ വളരെ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വേണ്ടതിന് സമയമില്ല, വേണ്ടാത്തതിന് ആളുകൾക്ക് മണിക്കൂറുകൾ ഇഷ്ടം പോലെയാണ്. ഉറ്റവരോട് സംസാരിക്കാൻ മുസ്ലിമിന്റെ ഒരു നിത്യജീവിതത്തിലെ ഒരു ദിവസത്തിൽ നിന്ന് സമയമില്ല. വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ നേരമില്ല. അതെ, ഒരു വീട്ടിൽ വിരുന്നുകാര് വന്നാൽ പോലും എന്തിനയാൾ വന്നു, അല്ലെങ്കിൽ അയാൾ എന്തിനിങ്ങോട്ട് വന്നു എന്ന് വീട്ടുകാരൻ ഒരു പക്ഷേ ചിന്തിക്കേണ്ട സ്ഥിതിയാണ്. വന്നവര് സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നു. അതേ, ഒരു വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓരോരുത്തരും പോക്കറ്റിലേക്ക് അതാ തപ്പുന്നു. എല്ലാവരും എടുക്കുകയാണ് മൊബൈല്. പിന്നെ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. എന്താ ആരും മിണ്ടുന്നില്ല, ആരും തമ്മിൽ സംസാരമില്ല. എല്ലാവരും തിരക്കാണ്. ഒരുത്തൻ ഫേസ്ബുക്കില്, ഒരുത്തൻ വേറൊന്നില്, ഒരുത്തൻ വാട്സപ്പില്, ഇങ്ങനെ ഒരുത്തൻ ഗൂഗിളില്, ഒരുത്തൻ മെയിൽ ചെക്ക് ചെയ്യുന്നു, ഒരുത്തൻ ചാറ്റ് ചെയ്യുന്നു. ഈ രൂപത്തിലൊക്കെ ഇങ്ങനെ സമയങ്ങളിലേക്ക് നീങ്ങിയിട്ട് അതേ ഒരു ബന്ധുവീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു സന്ദർശനത്തിന് പോയി ചെന്നാൽ വരെ നമുക്കെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമയങ്ങൾ ഇതിലേക്ക് കടന്നുപോയിട്ട് അവസാനം കുറെ സമയം കഴിയുമ്പോഴാണ് നമ്മൾ അന്തം പെടുന്നത്. എന്തിനാപ്പ ഞാൻ ഇങ്ങോട്ട് വന്നത്?